ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് PSC 2026 നടത്തിയ LGS നിലവാരത്തിലുള്ള മെയിൻസ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷനാണ്. 2026 രണ്ട് എക്സാമാണ് PSC LGS നിലവാരത്തിൽ നടത്തിയത്. അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ GK ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുവാണെങ്കിൽ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 046/2026. ഇന്ത്യൻ ഭരണഘടനാ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഇന്ത്യൻ ഭരണഘടനാ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി, ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു ഇന്ത്യൻ ഭരണഘടനാ സമിതിയുടെ അധ്യക്ഷൻ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നതെന്ന്? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ ബി, 1946 ഡിസംബർ 9. 1946 ഡിസംബർ 9 ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത്. ഭരണഘടനയുടെ 368 വകുപ്പ് പ്രകാരം ഭരണഘടനയിൽ ഭേദഗതി വരുത്താനുള്ള അധികാരം ആർക്കാണ്? ഭരണഘടനയുടെ 368 വകുപ്പ് പ്രകാരം ഭരണഘടനയിൽ ഭേദഗതി വരുത്താനുള്ള അധികാരം ആർക്കാണ്? ഉത്തരം ഓപ്ഷൻ എ, പാർലമെന്റ്. പാർലമെന്റിനാണ് ഭരണഘടനയുടെ 368 വകുപ്പ് പ്രകാരം ഭരണഘടനയിൽ ഭേദഗതി വരുത്താനുള്ള അധികാരം ഉള്ളത്. നിലവിലെ മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്ര? നിലവിലെ മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി, 6. 6 മൗലിക അവകാശങ്ങളാണ് നിലവിൽ ഉള്ളത്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്ത് നിന്നാണ് കടമെടുത്തത്? ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്ത് നിന്നാണ് കടമെടുത്തത്? ഉത്തരം ഓപ്ഷൻ സി, സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ കടമെടുത്തത്. കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹികമായ അസമത്വത്തിനെതിരെ മിശ്രഭോജനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ? കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹികമായ അസമത്വത്തിനെതിരെ മിശ്രഭോജനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പനാണ് കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹികമായ അസമത്വത്തിനെതിരെ മിശ്രഭോജനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? ഉത്തരം ഓപ്ഷൻ സി, കെ കേളപ്പൻ. കെ കേളപ്പനാണ് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. കുളച്ചൽ യുദ്ധം നടന്ന വർഷം? കുളച്ചൽ യുദ്ധം നടന്ന വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, 1741. 1741 കുളച്ചൽ യുദ്ധം നടന്നത്. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ഏത്? ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപമാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആര്? സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആര്? ഉത്തരം ഓപ്ഷൻ ബി, വക്കം മൗലവി. വക്കം മൗലവിയാണ് സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന സംഘടന സ്ഥാപിച്ചത്? സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സംഘടന സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെയാണ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന സംഘടന രൂപീകരിച്ചത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, അരുണ ആസിഫ് അലി. അരുണ ആസിഫ് അലിയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വന്ധ്യവയോധിക എന്ന് അറിയപ്പെടുന്നത്. ചേരുംപടി ചേർക്കുക. ചേരുംപടി ചേർക്കുക. ഉത്തരം ഓപ്ഷൻ എ, 1D, 2C, 3A, 4B. അതായത് ചമ്പാരൻ സത്യാഗ്രഹം 1917, നിസ്സഹകരണ സമരം 1920, ഉപ്പു സത്യാഗ്രഹം 1930, ക്വിറ്റ് ഇന്ത്യ സമരം 1942. എന്തൊക്കെയാണ് എന്തൊക്കെയാണ് സത്യാഗ്രഹം 1917, നിസ്സഹകരണ സമരം 1920, ഉപ്പു സത്യാഗ്രഹം 1930, ക്വിറ്റ് ഇന്ത്യ സമരം 1942. ഏത് സംസ്ഥാനത്തിന്റെ തനത് കലാരൂപമാണ് കഥക്? ഏത് സംസ്ഥാനത്തിന്റെ തനത് കലാരൂപമാണ് കഥക്? ഉത്തരം ഓപ്ഷൻ ബി, ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിന്റെ തനത് കലാരൂപമാണ് കഥക്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് ഏത് വർഷം? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് ഏത് വർഷം? ഉത്തരം ഓപ്ഷൻ ബി, 1905 ഓഗസ്റ്റ് 7. 1905 ഓഗസ്റ്റ് 7 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത്. ആദ്യ ബ്രിക്സ് യുവജനോത്സവത്തിന്റെ വേദി? ആദ്യ ബ്രിക്സ് യുവജനോത്സവത്തിന്റെ വേദി എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ സി, റഷ്യ.
റഷ്യയാണ് ആദ്യ ബ്രിക്സ് യുവജനോത്സവത്തിന്റെ വേദി. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളം. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, നവി മുംബൈ. നവി മുംബൈയാണ് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളം. താഴെ തന്നിരിക്കുന്ന വാക്യങ്ങൾ ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മരണത്തെക്കുറിച്ചാണ് നെഹ്റു പ്രതിപാദിച്ചിരിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞുപോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞുപോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ് എന്ന പ്രസ്താവന ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മരണത്തെക്കുറിച്ചാണ് നെഹ്റു ഇങ്ങനെ പറഞ്ഞത്? ഉത്തരം ഓപ്ഷൻ സി, മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയുടെ മരണത്തെക്കുറിച്ചാണ് നെഹ്റു നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞുപോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ് എന്ന് പ്രതിപാദിച്ചത്. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു 1966 ജനുവരി 10 നിലവിൽ വന്ന താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ചത്? ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു 1966 ജനുവരി 10 നിലവിൽ വന്ന താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ചത്? ഉത്തരം ഓപ്ഷൻ ബി, ഇന്ത്യയും പാകിസ്ഥാനും. ഇന്ത്യയും പാകിസ്ഥാനുമാണ് 1966 ജനുവരി 10 നിലവിൽ വന്ന താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ചത്. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുന്നതിന് ലയനക്കരാർ രൂപീകരിച്ചു. ഈ ലയനക്കരാറിന് രൂപം നൽകിയ വ്യക്തികൾ ആരെല്ലാം? നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുന്നതിന് ലയനക്കരാർ രൂപീകരിച്ചു. ഈ ലയനക്കരാറിന് രൂപം നൽകിയ വ്യക്തികൾ ആരെല്ലാം? ഉത്തരം ഓപ്ഷൻ സി, 1 ഉം 4 ഉം. അതായത് സർദാർ വല്ലഭായ് പട്ടേൽ, വി.പി. മേനോൻ. സർദാർ വല്ലഭായ് പട്ടേലും വി.പി. മേനോനുമാണ് നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുന്നതിന് ലയനക്കരാർ രൂപീകരിച്ചത്. ഏത് വിദേശ രാജ്യത്തിന്റെ സഹായത്തോടു കൂടിയാണ് ബൊക്കാറോയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥാപിതമായത്? ഏത് വിദേശ രാജ്യത്തിന്റെ സഹായത്തോടെ കൂടിയാണ് ബൊക്കാറോയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥാപിതമായത്? ഉത്തരം ഓപ്ഷൻ ഡി, സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയൻ അഥവാ റഷ്യയുടെ സഹായത്തോടെയാണ് ബൊക്കാറോയിൽ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥാപിക്കപ്പെട്ടത്. 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ വൈസ് ചെയർമാൻ ആരായിരുന്നു? 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ വൈസ് ചെയർമാൻ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി, ഗുൽസാരിലാൽ നന്ദ. ഗുൽസാരിലാൽ നന്ദയായിരുന്നു 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ വൈസ് ചെയർമാൻ. ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, ശ്രീ ഗ്യാനേഷ് കുമാർ. ഗ്യാനേഷ് കുമാറാണ് നിലവിൽ ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. മലയാള സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്ക് 2023 ജെ.സി. ഡാനിയേൽ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? മലയാള സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്ക് 2023 ജെ.സി. ഡാനിയേൽ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, ഷാജി എൻ കരുൺ. ഷാജി എൻ കരുൺ ആണ് മലയാള സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്ക് 2023 ജെ.സി. ഡാനിയേൽ പുരസ്കാരം നേടിയത്. 2024 ജെ.സി. ഡാനിയേൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ശാരദ. ശാരദയ്ക്കാണ് 2024 ജെ.സി. ഡാനിയേൽ പുരസ്കാരം ലഭിച്ചത്. ഇന്ത്യയിൽ ഖാരിഫ്, റാബി, സെയ്ദ് എന്നീ 3 കാർഷിക കാലങ്ങളാണുള്ളത്. ഈ കാർഷിക കാലങ്ങളുടെ സവിശേഷതകളാണ് ചുവടെ തന്നിരിക്കുന്നത്. ഇവയിൽ ശരിയായവ കണ്ടെത്തുക. ഇന്ത്യയിൽ ഖാരിഫ്, റാബി, സയ്ദ് എന്നീ 3 കാർഷിക കാലങ്ങളാണ് ഉള്ളത്. ഈ കാർഷിക കാലങ്ങളുടെ സവിശേഷതകളാണ് ചുവടെ തന്നിരിക്കുന്നത്. ഇവയിൽ ശരിയായവ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി, ഇവയെല്ലാം ശരിയാണ്. അതായത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനോട് ചേർന്ന് വരുന്നതാണ് ഖാരിഫ്. ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലമാണ് സയ്ദ്. ഗോതമ്പ്, പയർവർഗ്ഗങ്ങൾ, കടുക് മുതലായവയുടെ കൃഷിക്കാലമാണ് റാബി. ഫെബ്രുവരി മാസത്തോടെ റാബി കാലം അവസാനിക്കുന്നു. എന്തൊക്കെയാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂണിനോട് ചേർന്ന് വരുന്നതാണ് ഖാരിഫ്. ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലമാണ് സയ്ദ്. ഗോതമ്പ്, പയർവർഗ്ഗങ്ങൾ, കടുക് മുതലായവയുടെ കൃഷിക്കാലമാണ് റാബി. ഫെബ്രുവരി മാസത്തോടെ റാബി കാലം അവസാനിക്കുന്നു. 26ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. 27ാമത്തെ ക്വസ്റ്റ്യനും ഡിലീറ്റഡ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിരകൾ ഏത്? ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിരകൾ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ആരവല്ലി. ആരവല്ലിയാണ് ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിരകൾ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി, ഇവയൊന്നുമല്ല. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന പോയിന്റുകളെല്ലാം ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ സവിശേഷതയിൽ ഉൾപ്പെട്ടവയാണ്. ഫലപുഷ്ടിയായ മണ്ണ്, നദികളാൽ ജലസമൃദ്ധം, നിരപ്പാർന്ന ഭൂപ്രദേശം, ജനനിബിഡം.
എന്തൊക്കെയാണ്? ഫലപുഷ്ടിയായ മണ്ണ്, നദികളാൽ ജലസമൃദ്ധം, നിരപ്പാർന്ന ഭൂപ്രദേശം, ജനനിബിഡം എന്നിവയൊക്കെ ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ സവിശേഷതകളിൽ ഉൾപ്പെടുന്നവയാണ്. 2025 ICC വനിതാ ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആര്? 2025 ICC വനിതാ ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആര്? ഉത്തരം ഓപ്ഷൻ ബി, ഹർമൻപ്രീത് കൗർ. ഹർമൻപ്രീത് കൗർ ആണ് 2025 ICC വനിതാ ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ. ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾക്ക് 2023 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചതാർക്ക്? ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾക്ക് 2023 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം ഓപ്ഷൻ ഡി, മോഹൻലാൽ. മോഹൻലാലിനാണ് ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾക്ക് 2023 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിന്റെ പേരെന്ത്? മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിന്റെ പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി, എൻ്റെ കേരളം എന്നും സുന്ദരം. എൻ്റെ കേരളം എന്നും സുന്ദരം എന്നതാണ് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യത്തെ ISRO ബഹിരാകാശ യാത്രികൻ ആര്? അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യത്തെ ISRO ബഹിരാകാശ യാത്രികൻ ആര്? ഉത്തരം ഓപ്ഷൻ എ, ശുഭാംശു ശുക്ല. ശുഭാംശു ശുക്ലയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യത്തെ ISRO ബഹിരാകാശ യാത്രികൻ. പശ്ചിമഘട്ട പർവ്വതനിരകൾ കേരളത്തിന്റെ ഏത് ദിക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? പശ്ചിമഘട്ട പർവ്വതനിരകൾ കേരളത്തിന്റെ ഏത് ദിക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ എ, കിഴക്ക്. പശ്ചിമഘട്ട പർവ്വതനിരകൾ കേരളത്തിന്റെ കിഴക്ക് ദിക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. നദികളും അവയുടെ ഉത്ഭവസ്ഥാനങ്ങളുമാണ് ചുവടെ തന്നിരിക്കുന്നത്. ഇവയിൽ ശരിയല്ലാത്തത് എടുത്തെഴുതുക. നദികളും അവയുടെ ഉത്ഭവസ്ഥാനങ്ങളുമാണ് ചുവടെ തന്നിരിക്കുന്നത്. ഇവയിൽ ശരിയല്ലാത്തത് എടുത്തെഴുതുക. ഉത്തരം ഓപ്ഷൻ സി, 4 മാത്രം. അതായത് പമ്പ, നീലഗിരി. പമ്പ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? പുളിച്ചിമല. പുളിച്ചിമലയിൽ നിന്നാണ് പമ്പ ഉത്ഭവിക്കുന്നത്. അതുപോലെ തന്നെ നെയ്യാർ ഉത്ഭവിക്കുന്നത് അഗസ്ത്യമലയിൽ നിന്നാണ്. പെരിയാറിന്റെ ഉത്ഭവസ്ഥാനം ശിവഗിരിമല, ഭാരതപ്പുഴ ആനമല. എന്തൊക്കെയാണ്? നെയ്യാർ ഉത്ഭവിക്കുന്നത് അഗസ്ത്യമല, പെരിയാർ ഉത്ഭവിക്കുന്നത് ശിവഗിരിമല, ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് ആനമല, പമ്പ ഉത്ഭവിക്കുന്നത് പുളിച്ചിമല. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ഉത്തരം ഓപ്ഷൻ ഡി, പ്രസ്താവനകൾ 1ഉം 4ഉം ശരിയാണ്. അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി ജലവൈദ്യുതിയാണ്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളത് ഇടുക്കി ജില്ലയിലാണ്. എന്തൊക്കെയാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി ജലവൈദ്യുതിയാണ്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളത് ഇടുക്കി ജില്ലയിലാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദി പെരിയാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദിയാണ് പെരിയാർ. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത്? കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ ബി, ആലപ്പുഴ. ആലപ്പുഴ ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കി. ഇടുക്കി ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മേൽനോട്ടം വഹിക്കുന്ന സംരംഭങ്ങളും അവയുടെ ലക്ഷ്യങ്ങളും ചുവടെ നൽകിയിരിക്കുന്നു. ഓരോ സംരംഭത്തിന്റെയും ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന ഓപ്ഷൻ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി, 1A, 2D, 3B, 4C. അതായത് സുഭോജനം, ശുചിത്വമുള്ളതും സംരക്ഷിതവുമായ ഭക്ഷണ വിതരണം ഉറപ്പാക്കുക. ആശ്വാസ്, വൃക്ക രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് ചികിത്സ. ഇനി ഞാൻ ഒഴുകട്ടെ, നീർച്ചാലുകളുടെ ജനകീയ വീണ്ടെടുപ്പ്. പച്ചത്തുരുത്ത്, തരിശു സ്ഥലങ്ങൾ കണ്ടെത്തി സ്വാഭാവിക ജൈവ വൈവിധ്യ പ്രദേശങ്ങളാക്കി മാറ്റി സംരക്ഷിക്കുക. അപ്പോൾ എന്തൊക്കെയാണ്? സുഭോജനം, ശുചിത്വമുള്ളതും സംരക്ഷിതവുമായ ഭക്ഷണ വിതരണം ഉറപ്പാക്കുക. ആശ്വാസ്, വൃക്ക രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് ചികിത്സ. ഇനി ഞാൻ ഒഴുകട്ടെ, നീർച്ചാലുകളുടെ ജനകീയ വീണ്ടെടുപ്പ്. പച്ചത്തുരുത്ത്, തരിശു സ്ഥലങ്ങൾ കണ്ടെത്തി സ്വാഭാവിക ജൈവ വൈവിധ്യ പ്രദേശങ്ങളാക്കി മാറ്റി സംരക്ഷിക്കുക. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് വന്യജീവി സങ്കേതത്തെക്കുറിച്ചുള്ളതാണെന്ന് കണ്ടെത്തുക. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് വന്യജീവി സങ്കേതത്തെക്കുറിച്ചുള്ളതാണെന്ന് കണ്ടെത്തുക. പ്രസ്താവനകൾ വായിക്കാം.
കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പീരുമേട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു. മംഗളാദേവി ക്ഷേത്രം ഈ വന്യജീവി സങ്കേതത്തിനകത്താണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം. ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി, പെരിയാർ വന്യജീവി സങ്കേതം. അപ്പോൾ പെരിയാർ വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം. പീരുമേട് താലൂക്കിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മംഗളാദേവി ക്ഷേത്രം ഈ വന്യജീവി സങ്കേതത്തിനകത്താണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതവും പെരിയാർ വന്യജീവി സങ്കേതമാണ്. കേരള തീരത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യം ഏത്? കേരള തീരത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, മത്തി. മത്തിയാണ് കേരള തീരത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യം. കേരളത്തിൽ റെയിൽവേ ലൈൻ ഇല്ലാത്ത ജില്ലകൾ ഏതെല്ലാം? കേരളത്തിൽ റെയിൽവേ ലൈൻ ഇല്ലാത്ത ജില്ലകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ബി 1, 2. അതായത് വയനാട്, ഇടുക്കി. വയനാട്ടിലും ഇടുക്കിയിലുമാണ് കേരളത്തിൽ റെയിൽവേ ലൈൻ ഇല്ലാത്ത ജില്ലകൾ. 2025 അധ്യയന വർഷത്തെ കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട കായിക താരം ആരാണ്? 2025 അധ്യയന വർഷത്തെ കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട കായിക താരം ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, സഞ്ജു സാംസൺ. സഞ്ജു സാംസൺ ആണ് 2025 അധ്യയന വർഷത്തെ കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട കായിക താരം. വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ ഏതെല്ലാം? വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ സി 1, 2, 3. അതായത് ആലപ്പുഴ, എറണാകുളം, കോട്ടയം. ആലപ്പുഴ, എറണാകുളം, കോട്ടയം എന്നീ 3 ജില്ലകളിലായിട്ടാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്നത്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? ഉത്തരം ഓപ്ഷൻ സി 1, 3 ശരിയാണ്. അതായത് തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗത്തെ അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നു. കേരളത്തിൽ ലഭിക്കുന്ന വൈദ്യുതിയുടെ ഭൂരിഭാഗവും ഉൽപ്പാദിപ്പിക്കുന്നത് ഇടുക്കി ജില്ലയിലെ ജലവൈദ്യുത നിലയത്തിലാണ്. ഈ 2 പ്രസ്താവനകളുമാണ് ശരി. താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതെല്ലാം? താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ എ 1, 2. അതായത് രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നഞ്ചിയമ്മക്ക് ലഭിച്ചത് 2021 സതി എന്ന പ്രശസ്തമായ ചിത്രം വരച്ചത് അമൃത ഷെർഗിലാണ്. ഇത് രണ്ടും തെറ്റാണ്. ശരിയായിട്ടുള്ള പോയിന്റ് നോക്കാം. കേരളത്തിലെ അമൃത ഷെർഗിൽ എന്ന് വിശേഷിപ്പിക്കുന്ന ചിത്രകാരിയാണ് ടി.കെ. പത്മിനി. എന്താണ്? കേരളത്തിലെ അമൃത ഷെർഗിൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചിത്രകാരിയാണ് ടി.കെ. പത്മിനി. രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നഞ്ചിയമ്മക്ക് ലഭിച്ചത് 2020 സതി എന്ന പ്രശസ്തമായ ചിത്രം വരച്ചത് ആരാണ്? നന്ദലാൽ ബോസ്. നന്ദലാൽ ബോസ് ആണ് സതി എന്ന പ്രശസ്തമായ ചിത്രം വരച്ചത്. ജ്ഞാനപീഠ പുരസ്കാരത്തെ സംബന്ധിച്ചുള്ള തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ജ്ഞാനപീഠ പുരസ്കാരത്തെ സംബന്ധിച്ചുള്ള തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി 1 മാത്രം. അതായത് ജി ശങ്കരക്കുറുപ്പിന് ശേഷം ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളിയാണ് തകഴി ശിവശങ്കരപിള്ള. ഇതാണ് തെറ്റായ പ്രസ്താവന. ജി ശങ്കരക്കുറുപ്പിന് ശേഷം ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളിയാണ് എസ്.കെ. പൊറ്റക്കാട്. എസ്.കെ. പൊറ്റക്കാടാണ് ജി ശങ്കരക്കുറുപ്പിന് ശേഷം ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളി. ബാക്കിയുള്ള പോയിന്റുകൾ കൂടി നോക്കാം. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ആശാപൂർണ ദേവിയാണ്. ജ്ഞാനപീഠ പുരസ്കാരവും മൂർത്തിദേവി പുരസ്കാരവും നേടിയ മലയാളിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. എന്തൊക്കെയാണ്? ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ആശാപൂർണ ദേവിയാണ്. ജ്ഞാനപീഠ പുരസ്കാരവും മൂർത്തിദേവി പുരസ്കാരവും നേടിയ മലയാളിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി 2, 3 മാത്രം. അതായത് 1999 കാർഗിൽ യുദ്ധകാലത്ത് വീരമൃത്യു വരിച്ച് രാജ്യം വീർചക്ര നൽകി ആദരിച്ച ധീരസൈനികനായിരുന്നു തിരുവനന്തപുരം സ്വദേശിയായ ജെറി പ്രേംരാജ്. 1999 കാർഗിൽ യുദ്ധകാലത്ത് പ്രവർത്തനങ്ങൾക്ക് വീരചക്ര നൽകി രാജ്യം ആദരിച്ച ധീരസൈനികനായിരുന്നു എറണാകുളം സ്വദേശിയായ ആർ. വിശ്വനാഥൻ. 2024 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ യഥാക്രമം പ്ലെയർ ഓഫ് ദി സീരീസ്, പ്ലെയർ ഓഫ് ദി മാച്ച് ആയി തിരഞ്ഞെടുക്കപ്പെട്ട കായിക താരങ്ങൾ ആരെല്ലാം? ഉത്തരം ഓപ്ഷൻ എ ജസ്പ്രീത് ബുംറ, വിരാട് കോഹ്ലി. ജസ്പ്രീത് ബുംറയും വിരാട് കോഹ്ലിയുമാണ് 2024 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ യഥാക്രമം പ്ലെയർ ഓഫ് ദി സീരീസ്, പ്ലെയർ ഓഫ് ദി മാച്ച് ആയി തിരഞ്ഞെടുക്കപ്പെട്ട കായിക താരങ്ങൾ. 2023 നോബൽ സമ്മാനം നേടിയവരുമായി ബന്ധപ്പെട്ട ചില വസ്തുതകളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇവയിൽ ശരിയായവ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി 1, 3 ശരിയാണ്. അതായത് യോൺ ഫോസ്റ്റെ സാഹിത്യം നോർവീജിയൻ നാടകകൃത്ത്, ക്ലൗഡിയ ഗോർഡിൻ സാമ്പത്തിക ശാസ്ത്രം US സാമ്പത്തിക ശാസ്ത്രജ്ഞ.
എന്തൊക്കെയാണ്? 2023 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് നോർവീജിയൻ നാടകകൃത്തായ യോൺ ഫോസ്റ്റേക്കാണ്. 2023 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ ലഭിച്ചത് US സാമ്പത്തിക ശാസ്ത്രജ്ഞയായ ക്ലൗഡിയ ഗോൾഡിനാണ്. ലോകത്തെ വലിയ സാമ്പത്തിക ശക്തികളുടെ കൂട്ടായ്മയായ G20യുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. ലോകത്തെ വലിയ സാമ്പത്തിക ശക്തികളുടെ കൂട്ടായ്മയായ G20യുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ 2, 3. അതായത് അധ്യക്ഷസ്ഥാനം ഓരോ 5 വർഷം ഓരോ അംഗരാജ്യത്തിനു മാറി മാറിയെത്തും. G20 സംഘാടകരെ ഷെർപ്പ എന്നാണ് വിളിക്കുന്നത്. ഇത് രണ്ടും തെറ്റാണ്. ശരിയായ പോയിന്റ് ഏതാണ്? G20ക്ക് ആസ്ഥാനമില്ല. അതുമാത്രമാണ് ഇവിടെ ശരിയായ പോയിന്റ്. റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ദൗത്യം. റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ദൗത്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ഓപ്പറേഷൻ ഗംഗ. ഓപ്പറേഷൻ ഗംഗയാണ് റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ദൗത്യം. കേരളത്തിൽ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതെല്ലാം? കേരളത്തിൽ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ സി 2 മാത്രം. അതായത് 2019 ഓഗസ്റ്റ് 8 പാലക്കാട് ജില്ലയിലെ പുത്തുമലയിൽ ഉരുൾപൊട്ടലുണ്ടായി. ഇതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ശരിയായിട്ടുള്ളവ നോക്കാം. കേരളത്തിൽ ഉരുൾപൊട്ടൽ സാധ്യതയില്ലാത്ത ജില്ലയാണ് ആലപ്പുഴ. 2020 ഓഗസ്റ്റ് 6 ഇടുക്കി ജില്ലയിലെ പെട്ടിമുടിയിൽ ഉരുൾപൊട്ടലുണ്ടായി. എന്തൊക്കെയാണ്? കേരളത്തിൽ ഉരുൾപൊട്ടൽ സാധ്യതയില്ലാത്ത ജില്ലയാണ് ആലപ്പുഴ. 2020 ഓഗസ്റ്റ് 6 ഇടുക്കി ജില്ലയിലെ പെട്ടിമുടിയിൽ ഉരുൾപൊട്ടലുണ്ടായി. തെറ്റായ പോയിന്റ് കൂടി തിരുത്തി പഠിക്കാം. 2019 ഓഗസ്റ്റ് 8 വയനാട് ജില്ലയിലെ പുത്തുമലയിൽ ഉരുൾപൊട്ടലുണ്ടായി. 2019 ഓഗസ്റ്റ് 8 വയനാട് ജില്ലയിലെ പുത്തുമലയിൽ ഉരുൾപൊട്ടലുണ്ടായി. ചുവടെ പറയുന്നവയിൽ കായിക പ്രജനനം, ലൈംഗിക പ്രത്യുൽപാദനം എന്നീ 2 രീതിയിലും പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന സസ്യം ഏത്? ചുവടെ പറയുന്നവയിൽ കായിക പ്രജനനം, ലൈംഗിക പ്രത്യുൽപാദനം എന്നീ 2 രീതിയിലും പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന സസ്യം ഏത്? ഉത്തരം ഓപ്ഷൻ സി മുരിങ്ങ. മുരിങ്ങയാണ് കായിക പ്രജനനം, ലൈംഗിക പ്രത്യുൽപാദനം എന്നീ 2 രീതിയിലും പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന സസ്യം. ദഹനരസങ്ങളുടെ ഉൽപാദനവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ ജോഡികൾ ഏത്? ദഹനരസങ്ങളുടെ ഉൽപാദനവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏത്? ഉത്തരം ഓപ്ഷൻ ബി 1ഉം 3ഉം ശരിയാണ്. അതായത് കരൾ, പിത്തരസം, ആഗ്നേയഗ്രന്ഥി, ആഗ്നേയരസം. എന്തൊക്കെയാണ്? കരൾ, പിത്തരസം, ആഗ്നേയഗ്രന്ഥി, ആഗ്നേയരസം. അസ്ഥികൾ കനം കുറഞ്ഞു വളയുന്ന കണ എന്ന രോഗം ഏത് വിറ്റാമിന്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്? അസ്ഥികൾ കനം കുറഞ്ഞു വളയുന്ന കണ എന്ന രോഗം ഏത് വിറ്റാമിന്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമാണ് അസ്ഥികൾ കനം കുറഞ്ഞു വളയുന്ന കണ എന്ന രോഗം ഉണ്ടാകുന്നത്. 56ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനമായ മണ്ണൂത്തി ഏത് ജില്ലയിലാണ്? കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനമായ മണ്ണൂത്തി ഏത് ജില്ലയിലാണ്? ഉത്തരം ഓപ്ഷൻ എ തൃശൂർ. തൃശൂർ ജില്ലയിലാണ് കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനമായ മണ്ണൂത്തി സ്ഥിതി ചെയ്യുന്നത്. പവിത്ര, അന്നപൂർണ എന്നിവ ഏത് വിളയുടെ സങ്കരയിനം വിത്തുകളാണ്? പവിത്ര, അന്നപൂർണ എന്നിവ ഏത് വിളയുടെ സങ്കരയിനം വിത്തുകളാണ്? ഉത്തരം ഓപ്ഷൻ സി നെല്ല്. നെല്ലിന്റെ സങ്കരയിനം വിത്തുകളാണ് പവിത്ര, അന്നപൂർണ. കേരളത്തിൽ ഏത് വന്യജീവിയുടെ ആക്രമണത്തിലാണ് മനുഷ്യന് ഏറ്റവും കൂടുതൽ ജീവഹാനി നേരിട്ടിട്ടുള്ളത്? കേരളത്തിൽ ഏത് വന്യജീവിയുടെ ആക്രമണത്തിലാണ് മനുഷ്യന് ഏറ്റവും കൂടുതൽ ജീവഹാനി നേരിട്ടിട്ടുള്ളത്? ഉത്തരം ഓപ്ഷൻ എ കാട്ടാന. കേരളത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിലാണ് മനുഷ്യന് ഏറ്റവും കൂടുതൽ ജീവഹാനി നേരിട്ടിട്ടുള്ളത്. ആഗോള കത്തോലിക്ക സഭയുടെ ഇപ്പോഴത്തെ തലവൻ. ആഗോള കത്തോലിക്ക സഭയുടെ ഇപ്പോഴത്തെ തലവൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ലിയോ 14. ലിയോ 14 ആഗോള കത്തോലിക്ക സഭയുടെ ഇപ്പോഴത്തെ തലവൻ. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിന് എതിരായി ഇന്ത്യൻ സൈന്യം നടത്തിയ മിലിറ്ററി ഓപ്പറേഷന്റെ പേര്? ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിന് എതിരായി ഇന്ത്യൻ സൈന്യം നടത്തിയ മിലിറ്ററി ഓപ്പറേഷന്റെ പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി ഓപ്പറേഷൻ സിന്ദൂർ. ഓപ്പറേഷൻ സിന്ദൂരാണ് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിന് എതിരായി ഇന്ത്യൻ സൈന്യം നടത്തിയ മിലിറ്ററി ഓപ്പറേഷന്റെ പേര്. അലുമിനിയത്തിന്റെ അയിരേത്? അലുമിനിയത്തിന്റെ അയിര് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ബോക്സൈറ്റ്. ബോക്സൈറ്റ് ആണ് അലുമിനിയത്തിന്റെ അയിര്. പ്രകാശം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏത്? പ്രകാശം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏത്? ഉത്തരം ഓപ്ഷൻ സി ശൂന്യത. ശൂന്യതയിലൂടെയാണ് പ്രകാശം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്. അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന വാതകം ഏത്? അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി കാർബൺ ഡൈ ഓക്സൈഡ്.
കാർബൺ ഡൈ ഓക്സൈഡാണ് അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന വാതകം. ശബ്ദ തീവ്രത അളക്കുന്നത് ഏത് യൂണിറ്റിലാണ്? ശബ്ദ തീവ്രത അളക്കുന്നത് ഏത് യൂണിറ്റിലാണ്? ഉത്തരം ഓപ്ഷൻ സി, ഡെസിബൽ. ഡെസിബൽ യൂണിറ്റിലാണ് ശബ്ദ തീവ്രത അളക്കുന്നത്. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായി നിർമ്മിച്ച ഡാമുകളിലെ റിസർവോയറുകളിൽ ജലം സംഭരിച്ചു നിർത്തിയിരിക്കുന്നു. ഈ സംഭരണിയിലെ ജലത്തിന്റെ ഊർജം ഏത്? വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായി നിർമ്മിച്ച ഡാമുകളിലെ റിസർവോയറുകളിൽ ജലം സംഭരിച്ചു നിർത്തിയിരിക്കുന്നു. ഈ സംഭരണിയിലെ ജലത്തിന്റെ ഊർജം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, സ്ഥിതികോർജം. നാം കഴിച്ച ഭക്ഷണത്തിന്റെ ദഹനം പൂർത്തിയാകുന്നത് ഡാഷിൽ വെച്ചാണ്. അവയവം തിരിച്ചറിയുക. നാം കഴിച്ച ഭക്ഷണത്തിന്റെ ദഹനം പൂർത്തിയാക്കുന്നത് എവിടെ വെച്ചാണ്? ഉത്തരം ഓപ്ഷൻ ബി, ചെറുകുടൽ. ചെറുകുടലിൽ വെച്ചാണ് നാം കഴിച്ച ഭക്ഷണത്തിന്റെ ദഹനം പൂർത്തിയാകുന്നത്. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്നതാണ് പ്രമേഹം. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ സാധാരണ അളവ് എത്ര? രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്നതാണ് പ്രമേഹം. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ സാധാരണ അളവ് എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ഡി, 70-110 mg/100 ml. 70-110 mg/100 ml ആണ് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ സാധാരണ അളവ്. സ്ത്രീ സുരക്ഷ ലക്ഷ്യമാക്കി കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ്. സ്ത്രീ സുരക്ഷ ലക്ഷ്യമാക്കി കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, നിർഭയ. നിർഭയയാണ് സ്ത്രീ സുരക്ഷ ലക്ഷ്യമാക്കി കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതി. നൽകിയിരിക്കുന്നവയിൽ വായുജന്യ രോഗങ്ങൾ ഏതെല്ലാം? കോളറ, ചിക്കൻ ഗുനിയ, ചിക്കൻ ബോക്സ്, ക്ഷയം. ഇതിൽ വായുജന്യ രോഗങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ക്ഷയം, ചിക്കൻ ബോക്സ്. ക്ഷയവും ചിക്കൻ ബോക്സും വായുജന്യ രോഗങ്ങൾക്ക് ഉദാഹരണമാണ്. എയ്ഡ്സ് അഥവാ HIV ബാധയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് അവയിൽ നിന്നും തെറ്റായവ കണ്ടെത്തുക. എയ്ഡ്സ് അഥവാ HIV ബാധിതയുമായി ബന്ധപ്പെട്ട നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് അവയിൽ നിന്നും തെറ്റായവ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി, 2, 3 എന്നിവ തെറ്റാണ്. അതായത് ഒരുമിച്ച് HIV ബാധിതരുമായി താമസിച്ചാലും ഭക്ഷണം പങ്കിട്ടാലും HIV ബാധ ഉണ്ടാവാം. ഹസ്തദാനം, ചുമ, തുമ്മൽ, ശൗചാലയങ്ങൾ പങ്കിടൽ എന്നിവയിലൂടെയും HIV പകരാം. ഇത് രണ്ടും തെറ്റാണ്. ശരിയായിട്ടുള്ള പോയിന്റുകൾ നോക്കാം. HIV ബാധിതരുമായുള്ള ലൈംഗിക ബന്ധം HIV പകരാനിടയാക്കുന്നു. HIV ബാധിതർ ഉപയോഗിച്ച സൂചി, സിറിഞ്ച് എന്നിവ ഉപയോഗിക്കുന്നതിലൂടെ രോഗപകർച്ചയുണ്ടാകാം. വവ്വാലുകളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരാവുന്ന ഒരു രോഗം. വവ്വാലുകളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരാവുന്ന ഒരു രോഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, നിപ്പ. നിപ്പയാണ് വവ്വാലുകളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരാവുന്ന ഒരു രോഗം. കുഷ്ഠരോഗം കുട്ടികളിൽ രോഗാരംഭത്തിൽ തന്നെ കണ്ടെത്തി രോഗനിവാരണം വരുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച സർക്കാർ പദ്ധതിയാണ്. ഉത്തരം ഓപ്ഷൻ ബാലമിത്ര. ബാലമിത്രയാണ് കുഷ്ഠരോഗം കുട്ടികളിൽ രോഗാരംഭത്തിൽ തന്നെ കണ്ടെത്തി രോഗനിവാരണം വരുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച സർക്കാർ പദ്ധതി. നമുക്ക് വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനാവശ്യമായ ഊർജം ഭക്ഷണത്തിലെ പോഷക ഘടകമായ ധാന്യത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. കൂടുതൽ ധാന്യമടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളാണ്. ഉത്തരം ഓപ്ഷൻ എ, അരി, ഗോതമ്പ്, കപ്പ. അരി, ഗോതമ്പ്, കപ്പ എന്നിവ കൂടുതൽ ധാന്യമടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളാണ്. കോവിഡ്-19മായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക. കോവിഡ്-19മായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ എ, 1, 2, 3 ശരി. കോവിഡ്-19 കാരണം കൊറോണ വൈറസാണ്. കോവിഷീൽഡ്, കോവാക്സിൻ എന്നീ വാക്സിനുകൾ ഈ രോഗത്തിനെതിരായി രോഗം വരുന്നത് തടയാൻ ഉപയോഗിച്ച വാക്സിനുകളാണ്. കോവിഡുമായി ബന്ധപ്പെട്ട പരിശോധനയാണ് RT-PCR. എന്തൊക്കെയാണ്? കോവിഡ്-19 കാരണം കൊറോണ വൈറസാണ്. കോവിഷീൽഡ്, കോവാക്സിൻ എന്നീ വാക്സിനുകൾ ഈ രോഗത്തിനെതിരായി രോഗം വരുന്നത് തടയാൻ ഉപയോഗിച്ച വാക്സിനുകളാണ്. കോവിഡുമായി ബന്ധപ്പെട്ട പരിശോധനയാണ് RT-PCR. കോവിഡ് ഒരു പകർച്ചവ്യാധിയാണ്. നൽകിയിരിക്കുന്നവയിൽ ഒറ്റപ്പെട്ടത് ഏത്? നൽകിയിരിക്കുന്നവയിൽ ഒറ്റപ്പെട്ടത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, ECG. കൊഴുപ്പിൽ ലയിക്കാത്ത വിറ്റമിൻ ഏത്? കൊഴുപ്പിൽ ലയിക്കാത്ത വിറ്റമിൻ ഏത്? ഉത്തരം ഓപ്ഷൻ എ, വിറ്റാമിൻ സി. വിറ്റാമിൻ സി ആണ് കൊഴുപ്പിൽ ലയിക്കാത്ത വിറ്റമിൻ. വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി, വിറ്റാമിൻ കെ, വിറ്റാമിൻ ഇ എന്നിവയൊക്കെ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ്. മൂത്രാശയ രോഗങ്ങളുടെ കാരണം. ഉത്തരം ഓപ്ഷൻ സി, 1, 2, 3 ശരി. അതായത് മൂത്രശങ്ക ഉണ്ടാവുമ്പോൾ മൂത്രമൊഴിക്കാത്തത്, ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കാത്തത് മൂലം, വൃത്തിശീലങ്ങളിലെ പോരായ്മ എന്നിവയാണ് മൂത്രാശയ രോഗങ്ങളുടെ കാരണം. ഏറെ നാൾ മണ്ണിൽ കിടന്നാൽ പോലും നശിക്കാത്തതും ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയതുമായ അവയവങ്ങളാണ് പല്ലുകൾ. എന്നാൽ അവ വായ്ക്കുള്ളിൽ വെച്ച് തന്നെ നശിക്കുന്നതിന് കാരണക്കാർ ഡാഷാണ്. ഉത്തരം ഓപ്ഷൻ എ, ബാക്ടീരിയകൾ. ബാക്ടീരിയകളാണ് പല്ലുകൾ വായ്ക്കുള്ളിൽ വെച്ച് തന്നെ നശിക്കുന്നതിന് കാരണക്കാർ. കൊതുകുജന്യ രോഗം, ശക്തമായ പനി, അസഹ്യമായ തലവേദന, കണ്ണുകൾക്ക് പിന്നിൽ വേദന, നെഞ്ചിലും മുഖത്തും ചുവന്ന പാടുകൾ,
ഗുരുതരാവസ്ഥയിൽ രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറഞ്ഞ് മരണം സംഭവിച്ചേക്കാം. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന പനിയുടെ ലക്ഷണങ്ങളാണിവ. പനി ഏത്? ഉത്തരം ഓപ്ഷൻ സി ഡെങ്കിപ്പനി. കൊതുകുജന്യ രോഗം, ശക്തമായ പനി, അസഹ്യമായ തലവേദന, കണ്ണുകൾക്ക് പിന്നിൽ വേദന, നെഞ്ചിലും മുഖത്തും ചുവന്ന പാടുകൾ. ഗുരുതരാവസ്ഥയിൽ രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറഞ്ഞ് മരണം സംഭവിച്ചേക്കാം. ഈ രോഗമാണ് ഡെങ്കിപ്പനി. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെ 80 GK ക്വസ്റ്റ്യൻസ്. ഇതിലെ 3 ക്വസ്റ്റ്യൻസ് PSC ഡിലീറ്റ് ചെയ്തു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നമുക്ക് കടക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 062/2026. താഴെ കാണിച്ച സംഭവങ്ങളെ കാലഗണന അനുസരിച്ച് ക്രമീകരിക്കുക. താഴെ കാണിച്ച സംഭവങ്ങളെ കാലഗണന അനുസരിച്ച് ക്രമീകരിക്കുക. ഉത്തരം ഓപ്ഷൻ ഡി, ബി, സി, എ, ഡി. അതായത് ആദ്യം വരുന്നത് ഗർദാർ പാർട്ടി അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ സ്ഥാപിച്ചു. രണ്ടാമത് വരുന്നത് ആനി ബസന്റിന്റെയും ബാലഗംഗാധര തിലകന്റെയും നേതൃത്വത്തിൽ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. മൂന്നാമത് വരുന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിൽ റൗലറ്റ് നിയമങ്ങൾ പാസാക്കി. നാലാമത് വരുന്നത് CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്ന് സ്വരാജ് പാർട്ടി രൂപീകരിച്ചു. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി, എ ആൻഡ് ഡി. അതായത് ഗദർ പാർട്ടി ലാലാ ഹർദയാൽ, ആസാദ് ഹിന്ദ് ഫൗജ് സുഭാഷ് ചന്ദ്രബോസ്. ഗദർ പാർട്ടി ലാലാ ഹർദയാൽ, ആസാദ് ഹിന്ദ് ഫൗജ് സുഭാഷ് ചന്ദ്രബോസ്. ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് ആരുടേതാണ്? സുഭാഷ് ചന്ദ്രബോസ്. ശരിയായ 2 പ്രസ്താവനകൾ അടങ്ങുന്ന ഓപ്ഷൻ കണ്ടെത്തുക. ശരിയായ 2 പ്രസ്താവനകൾ അടങ്ങുന്ന ഓപ്ഷൻ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി, എ ആൻഡ് സി. അതായത് നാഷണൽ ഹെറാൾഡ് ജവഹർലാൽ നെഹ്റുവിന്റെ പത്രമാണ്. ആനി ബസന്റിന്റെ പ്രസിദ്ധമായ പത്രമാണ് ന്യൂ ഇന്ത്യ. എന്തൊക്കെയാണ്? നാഷണൽ ഹെറാൾഡ് ജവഹർലാൽ നെഹ്റുവിന്റെ പത്രമാണ്. ആനി ബസന്റിന്റെ പ്രസിദ്ധമായ പത്രമാണ് ന്യൂ ഇന്ത്യ. സമ്പാദ് കൗമുദി ആരുടെ പത്രമാണ്? രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയുടെ പത്രമാണ് സമ്പാദ് കൗമുദി. നവജീവൻ ആരുടെ പത്രമാണ്? മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയുടെ പത്രമാണ് നവജീവൻ. അപ്പോൾ നാഷണൽ ഹെറാൾഡ് ജവഹർലാൽ നെഹ്റുവിന്റെ പത്രമാണ്. നവജീവൻ മഹാത്മാഗാന്ധിയുടെ പത്രമാണ്. ആനി ബസന്റിന്റെ പ്രസിദ്ധമായ പത്രമാണ് ന്യൂ ഇന്ത്യ. സമ്പാദ് കൗമുദി രാജാറാം മോഹൻ റോയുടെ പത്രമാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി, ബി ആൻഡ് സി. അതായത് അൽ അമൽ മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ പത്രമാണ്. അതുപോലെ തന്നെ മരണാനന്തര ബഹുമതിയായി 1990 രാജ്യം ഭാരതരത്നം നൽകി അദ്ദേഹത്തെ ആദരിച്ചു. ഈ 2 പോയിന്റും തെറ്റാണ്. ശരിയായിട്ടുള്ളത് നോക്കാം. മക്കയിൽ ജനിച്ച സ്വതന്ത്ര സമര സേനാനിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യ വിൻസ് ഫ്രീഡം അദ്ദേഹത്തിന്റെ കൃതിയാണ്. അതുപോലെ തന്നെ അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ പത്രമാണ്. അദ്ദേഹത്തിന്റെ പത്രമാണ് അൽ ഹിലാൽ. മരണാനന്തര ബഹുമതിയായി 1992 രാജ്യം ഭാരതരത്നം നൽകി അദ്ദേഹത്തെ ആദരിച്ചു. മരണാനന്തര ബഹുമതിയായി 1992 രാജ്യം ഭാരതരത്നം നൽകി അദ്ദേഹത്തെ ആദരിച്ചു. താഴെ കാണിച്ച സംഭവങ്ങളെ കാലഗണന അനുസരിച്ച് ക്രമീകരിക്കുക. താഴെ കാണിച്ച സംഭവങ്ങളെ കാലഗണന അനുസരിച്ച് ക്രമീകരിക്കുക. ഉത്തരം ഓപ്ഷൻ ഡി, ഡി, എ, ബി, സി. അതായത് ആദ്യം വരുന്നത് ഗാന്ധിജി ബ്രിട്ടീഷുകാർക്കെതിരെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചു. അത് കഴിഞ്ഞ് ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ രൂപീകരണം. ദെൻ സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്തു. റോയൽ ഇന്ത്യൻ നേവിയിലെ നാവികർ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നാവിക കലാപം നടത്തി. 2025 ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? 2025 ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി, ഇവരാരുമല്ല. നിലവിൽ ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കർ പദവി വേക്കന്റ് ആയിട്ട് കിടക്കുകയാണ്. സ്വതന്ത്ര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികളാണ് ഡാഷ്. സ്വതന്ത്ര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു? ഉത്തരം ഓപ്ഷൻ ഡി, ഡി, എ, ബി. അതായത് സ്വതന്ത്ര വിദേശ നയങ്ങളുടെ രൂപീകരണം, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തൽ, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. എന്തൊക്കെയാണ് സ്വതന്ത്ര വിദേശ നയങ്ങളുടെ രൂപീകരണം, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തൽ, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്നിവയാണ് സ്വതന്ത്ര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ. 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ താഴെ പറയുന്നവയിൽ നിന്നും കണ്ടെത്തുക. 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ താഴെ പറയുന്നവയിൽ നിന്നും കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി. അതായത് ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും. ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവുമാണ് 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായവ കണ്ടെത്തുക. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി, ഡി ആൻഡ് എ. അതായത് റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായം ജർമ്മനിയുടെ സഹായത്തോടെ ഒഡീഷയിൽ സ്ഥാപിച്ചു.
ദുർഗാപൂർ ഇരുമ്പുരുക്ക് വ്യവസായം പശ്ചിമ ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്തൊക്കെയാണ് ദുർഗാപൂർ ഇരുമ്പുരുക്ക് വ്യവസായം പശ്ചിമ ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്? റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായം ജർമ്മനിയുടെ സഹായത്തോടെ ഒഡീഷയിൽ സ്ഥാപിച്ചു. ബൊക്കാറോ ഇരുമ്പുരുക്ക് വ്യവസായം എവിടെയാണ്? ജാർഖണ്ഡ്. ബൊക്കാറോ ഇരുമ്പുരുക്ക് വ്യവസായം സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ്. റഷ്യയുടെ സഹായത്തോടെയാണ് ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായം സ്ഥാപിച്ചത്. റഷ്യയുടെ സഹായത്തോടെയാണ് ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായം സ്ഥാപിച്ചത്. അപ്പോൾ എന്തൊക്കെയാണ് ഒന്നുകൂടി നോക്കാം. ദുർഗാപൂർ ഇരുമ്പുരുക്ക് വ്യവസായം പശ്ചിമ ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബൊക്കാറോ ഇരുമ്പുരുക്ക് വ്യവസായം സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡ്. റഷ്യയുടെ സഹായത്തോടെയാണ് ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായം സ്ഥാപിച്ചത്. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായം ജർമ്മനിയുടെ സഹായത്തോടെ ഒഡീഷയിൽ സ്ഥാപിച്ചു. തന്നിരിക്കുന്നതിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി, എ, ബി, സി എന്നിവ തെറ്റാണ്. അതായത് ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 20, അത് തെറ്റാണ്. ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 23 ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചത് 1970 ഏപ്രിൽ 19 ആ പ്രസ്താവനയും തെറ്റാണ്. ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചത് 1975 ഏപ്രിൽ 19 മംഗൾയാൻ വിക്ഷേപിച്ചത് 2012 ആ പോയിന്റും തെറ്റാണ്. മംഗൾയാൻ വിക്ഷേപിച്ചത് 2013 അടുത്ത പോയിന്റ്, ആദിത്യ L1 വിക്ഷേപണ ദൗത്യം സൂര്യഗവേഷണത്തിനും ബഹിരാകാശ കാലാവസ്ഥാ പഠനങ്ങൾക്കും വേണ്ടിയായിരുന്നു. ആദിത്യ L1 വിക്ഷേപണ ദൗത്യം സൂര്യഗവേഷണത്തിനും ബഹിരാകാശ കാലാവസ്ഥാ പഠനങ്ങൾക്കും വേണ്ടിയായിരുന്നു. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി, എ ആൻഡ് സി. അതായത് സിംല കരാർ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ള പോയിന്റുകൾ. അതുപോലെ തന്നെ കാർഗിൽ വിജയ് ദിവസം ജൂലൈ 26 കാർഗിൽ വിജയ് ദിവസം എന്നാണ് ജൂലൈ 26. ബംഗ്ലാദേശ് സ്വതന്ത്ര രാഷ്ട്രമായത് 1971 1971 ബംഗ്ലാദേശ് സ്വതന്ത്ര രാഷ്ട്രമായത്. 2025 ഇന്ത്യയുടെ അറ്റോർണി ജനറൽ 2025 ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ആർ വെങ്കിട്ടരമണി. ആർ വെങ്കിട്ടരമണിയാണ് ഇന്ത്യയുടെ നിലവിലെ അറ്റോർണി ജനറൽ. 2025 ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റത് 2025 ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ, ജ്ഞാനേഷ് കുമാർ. ജ്ഞാനേഷ് കുമാർ അല്ല, ജ്ഞാനേഷ് കുമാറാണ്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ജ്ഞാനേഷ് കുമാർ. ഇന്ത്യൻ ഭരണഘടന സമത്വാവകാശം ഉറപ്പുവരുത്തുന്നതിന് 18ാം വകുപ്പ് പ്രകാരം നിർത്തലാക്കിയത് എന്ത്? ഇന്ത്യൻ ഭരണഘടന സമത്വാവകാശം ഉറപ്പുവരുത്തുന്നതിന് 18ാം വകുപ്പ് പ്രകാരം നിർത്തലാക്കിയത് എന്ത്? ഉത്തരം ഓപ്ഷൻ സി, ബഹുമതികൾ. ബഹുമതികളാണ് 18ാം വകുപ്പ് പ്രകാരം ഇന്ത്യൻ ഭരണഘടന സമത്വാവകാശം ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി നിർത്തലാക്കിയത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ എന്ന വ്യവസ്ഥ ഏത് ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ടതാണ്? ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ എന്ന വ്യവസ്ഥ ഏത് ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ടതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, US ഭരണഘടന. US ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണ് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ എന്ന വ്യവസ്ഥ. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് വകുപ്പിലാണ് മൗലിക കടമകൾ എന്ന വ്യവസ്ഥ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് വകുപ്പിലാണ് മൗലിക കടമകൾ എന്ന വ്യവസ്ഥ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി, 51A. വകുപ്പ് 51A മൗലിക കടമകൾ എന്ന വ്യവസ്ഥ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അധികാര വിഭജനം നടത്തിയിട്ടുള്ള യൂണിയൻ സംസ്ഥാന കൺകറന്റ് ലിസ്റ്റുകൾ ഭരണഘടനയുടെ ഏതു പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? അധികാര വിഭജനം നടത്തിയിട്ടുള്ള യൂണിയൻ സംസ്ഥാന കൺകറന്റ് ലിസ്റ്റുകൾ ഭരണഘടനയുടെ ഏതു പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഉത്തരം ഓപ്ഷൻ ഡി, 7ാം പട്ടിക. ഭരണഘടനയുടെ 7ാം പട്ടികയിലാണ് അധികാര വിഭജനം നടത്തിയിട്ടുള്ള യൂണിയൻ സംസ്ഥാന കൺകറന്റ് ലിസ്റ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കേരള നിയമസഭയുടെ സ്പീക്കർ ആരാണ്? കേരള നിയമസഭയുടെ സ്പീക്കർ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് കേരള നിയമസഭയുടെ സ്പീക്കർ. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായവ ഏതൊക്കെ? ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായവ ഏതൊക്കെ? ഉത്തരം ഓപ്ഷൻ ഡി, 1ഉം 2ഉം മാത്രം ശരി. അതായത് ഏഷ്യ ഭൂഖണ്ഡത്തിന്റെ തെക്ക് മധ്യഭാഗത്താണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്.
എന്തൊക്കെയാണ്? ഏഷ്യ ഭൂഖണ്ഡത്തിന്റെ തെക്ക് മധ്യഭാഗത്താണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തെ സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശാണ് ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തെ സംസ്ഥാനം. ചുവടെ തന്നിരിക്കുന്ന നദികളിൽ അറബിക്കടലിൽ പതിക്കുന്നവ ഏതാണ്? ചുവടെ തന്നിരിക്കുന്ന നദികളിൽ അറബിക്കടലിൽ പതിക്കുന്നവ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ സിന്ധു. സിന്ധു ആണ് ഇവിടെ അറബിക്കടലിൽ പതിക്കുന്ന നദി. ഇന്ത്യയുടെ മാനകരേഖാംശം ഏതാണ്? ഇന്ത്യയുടെ മാനകരേഖാംശം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി 82°30' ഈസ്റ്റ്. 82°30' ഈസ്റ്റ് ആണ് ഇന്ത്യയുടെ മാനകരേഖാംശം. 1911 ഇന്ത്യയുടെ വ്യോമഗതാഗതം ആരംഭിച്ചത് എവിടെയാണ്? 1911 ഇന്ത്യയുടെ വ്യോമഗതാഗതം ആരംഭിച്ചത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ എ അലഹബാദ് മുതൽ നൈനി വരെ. അലഹബാദ് മുതൽ നൈനി വരെയാണ് 1911 ഇന്ത്യയുടെ വ്യോമഗതാഗതം ആരംഭിച്ചത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്ന മണ്ണിനം ഏത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്ന മണ്ണിനം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി എക്കൽ മണ്ണ്. എക്കൽ മണ്ണാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്ന മണ്ണിനം. ഇപ്പോഴത്തെ കേരള മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ മത്സരിച്ച നിയമസഭാ മണ്ഡലം ഏതാണ്? ഇപ്പോഴത്തെ കേരള മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ മത്സരിച്ച നിയമസഭാ മണ്ഡലം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി പറവൂർ. പറവൂരാണ് ഇപ്പോഴത്തെ കേരള മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ മത്സരിച്ച നിയമസഭാ മണ്ഡലം. കേരളത്തിന്റെ ഇപ്പോഴത്തെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആര്? കേരളത്തിന്റെ ഇപ്പോഴത്തെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആര്? ഉത്തരം ഓപ്ഷൻ ഡി ശ്രീ കെ മുരളീധരൻ. കെ മുരളീധരനാണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി. മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ തിരഞ്ഞെടുപ്പിൽ പ്രതിനിധീകരിച്ച മണ്ഡലം താഴെ പറയുന്നവയിൽ ഏതാണ്? ഈ ക്വസ്റ്റ്യൻ 2 തവണ ഉണ്ടായിരുന്നു. ഉത്തരം ഓപ്ഷൻ ബി പറവൂർ. പറവൂരാണ് ശ്രീ മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലം. താഴെ പറയുന്നവയിൽ ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടാത്ത വെള്ളച്ചാട്ടങ്ങൾ ഏതെല്ലാം? താഴെ പറയുന്നവയിൽ ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടാത്ത വെള്ളച്ചാട്ടങ്ങൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ബി 1 മാത്രം, അതായത് മീൻവല്ലം, തുഷാരഗിരി, സീതാർകുണ്ട്. ഇവ 3ഉമാണ് ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടാത്ത വെള്ളച്ചാട്ടങ്ങൾ. താഴെ പറയുന്നവയിൽ 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള നദികൾ ഏതെല്ലാം? താഴെ പറയുന്നവയിൽ 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള നദികൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്, അതായത് ഭാരതപ്പുഴ, കടലുണ്ടി, വളപട്ടണം, ചാലിയാർ. ഇവയൊക്കെ 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള നദികളാണ്. കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി സ്ഥാനം നിർവഹിച്ചിട്ടുള്ള മലയാളികൾ ആരെല്ലാം? കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി സ്ഥാനം നിർവഹിച്ചിട്ടുള്ള മലയാളികൾ ആരെല്ലാം? ഉത്തരം ഓപ്ഷൻ എ 1, 4 എന്നിവർ, അതായത് എ കെ ആന്റണി, വി കെ കൃഷ്ണമേനോൻ. എ കെ ആന്റണിയും വി കെ കൃഷ്ണമേനോനുമാണ് കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി സ്ഥാനം നിർവഹിച്ചിട്ടുള്ള മലയാളികൾ. നാടുകാണിച്ചുരം ഏതെല്ലാം പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? നാടുകാണിച്ചുരം ഏതെല്ലാം പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി നിലമ്പൂർ, ഗുണ്ടല്ലൂർ. നിലമ്പൂരിനെയും ഗുണ്ടല്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് നാടുകാണിച്ചുരം. കീലേരി കുഞ്ഞിക്കണ്ണൻ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കീലേരി കുഞ്ഞിക്കണ്ണൻ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ സി സർക്കസ്. സർക്കസുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് കീലേരി കുഞ്ഞിക്കണ്ണൻ. താഴെ പറയുന്നവയിൽ നിന്നും ദേശീയോദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി 1, 2, 3, 4 പ്രസ്താവനകൾ ശരിയാണ്. അതായത് മതികെട്ടാൻ ചോലയെ 2023 ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചു. ബ്ലാക്ക് ബുൾബുൾ പക്ഷിയെ സൈലന്റ് വാലിയിൽ കാണാം. ട്രിഫേണിനെ ആനമുടിച്ചോലയിൽ കാണാം. സൈലന്റ് വാലിയുടെ സംരക്ഷണം ഏറ്റെടുത്ത സംഘടനയാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെ ചെയർമാനായി പുതിയതായി നിയമിക്കപ്പെട്ട മലയാളി ആരാണ്? അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെ ചെയർമാനായി പുതിയതായി നിയമിക്കപ്പെട്ട മലയാളി ആരാണ്? ഉത്തരം ഓപ്ഷൻ സി എ കെ ബാലസുബ്രഹ്മണ്യൻ. എ കെ ബാലസുബ്രഹ്മണ്യനാണ് അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെ ചെയർമാനായി പുതിയതായി നിയമിക്കപ്പെട്ട മലയാളി. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യ വിമാനത്താവളം ഏതാണ്? പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യ വിമാനത്താവളം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട്. കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടാണ് പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യ വിമാനത്താവളം. കുടുംബശ്രീ പദ്ധതി ഔദ്യോഗികമായി ആരംഭിച്ചത് എന്നാണ്? കുടുംബശ്രീ പദ്ധതി ഔദ്യോഗികമായി ആരംഭിച്ചത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ എ 1998 മെയ് 17. 1998 മെയ് 17 കുടുംബശ്രീ പദ്ധതി ഔദ്യോഗികമായി ആരംഭിച്ചത്. കടൽ തീരത്തിന്റെ നീളം ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ല ഏതാണ്?
കടൽ തീരത്തിന്റെ നീളം ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി കൊല്ലം. കൊല്ലമാണ് കടൽ തീരത്തിന്റെ നീളം ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ല. അടുത്തിടെ ഡോക്ടർ സൈറസ് പൂനവാല 167.2 കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയ വിഖ്യാതമായ പെയിന്റിംഗ് ഏതാണ്? അടുത്തിടെ ഡോക്ടർ സൈറസ് പൂനവാല 167.2 കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയ വിഖ്യാതമായ പെയിന്റിംഗ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി യശോദയും കൃഷ്ണനും. യശോദയും കൃഷ്ണനുമാണ് അടുത്തിടെ ഡോക്ടർ സൈറസ് പൂനവാല 167.2 കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയ വിഖ്യാതമായ പെയിന്റിംഗ്. വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ ബി അയ്യങ്കാളി. അയ്യങ്കാളിയാണ് വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ്. ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെച്ച വർഷം ഏത്? ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെച്ച വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ സി 1792 മാർച്ച് 18. 1792 മാർച്ച് 18 ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെച്ചത്. തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികളാണ് തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ എ 2, 3 പ്രസ്താവനകൾ ശരിയാണ്. അതായത് ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ മഹാത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചു. 1947-48 കാലഘട്ടത്തിലാണ് പാലിയം സത്യാഗ്രഹം നടന്നത്. എന്തൊക്കെയാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ മഹാത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചു? 1947-48 കാലഘട്ടത്തിലാണ് പാലിയം സത്യാഗ്രഹം നടന്നത്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നടത്തിയത് ആരാണ്? മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനാണ് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നടത്തിയത്. ചരിത്രപ്രസിദ്ധമായ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് വേലുത്തമ്പി ദളവ. വേലുത്തമ്പി ദളവയാണ് ചരിത്രപ്രസിദ്ധമായ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത്. സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആര്? സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആര്? ഉത്തരം ഓപ്ഷൻ സി അമർത്യ സെൻ. അമർത്യ സെൻ ആണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ. ചേരുംപടി ചേർക്കുക. ഉത്തരം ഓപ്ഷൻ ബി 1 സി 2 ഡി 3 എ 4 ബി. അതായത് പ്രത്യക്ഷ രക്ഷാ ദേവസഭ പൊയ്കയിൽ യോഹന്നാൻ, ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ, അരയ സമാജം പണ്ഡിറ്റ് കറുപ്പൻ, യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാട്. പ്രത്യക്ഷ രക്ഷാ ദേവസഭ പൊയ്കയിൽ യോഹന്നാൻ, ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ, അരയ സമാജം KP കറുപ്പൻ, യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാട്. 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത്? 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി KG ശങ്കരപ്പിള്ള. KG ശങ്കരപ്പിള്ളയാണ് 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത്. കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആര്? കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആര്? ഉത്തരം ഓപ്ഷൻ ബി AP അനിൽകുമാർ. AP അനിൽകുമാറാണ് കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി. മഹാത്മാഗാന്ധി സർവകലാശാല ഈ അടുത്ത കാലത്തെ ഡീലിറ്റ് ബിരുദം നൽകി ആദരിച്ച സിനിമാ താരം ആര്? മഹാത്മാഗാന്ധി സർവകലാശാല ഈ അടുത്ത കാലത്ത് ഡീലിറ്റ് ബിരുദം നൽകി ആദരിച്ച സിനിമാ താരം ആര്? ഉത്തരം ഓപ്ഷൻ സി മമ്മൂട്ടി. മമ്മൂട്ടിനെയാണ് മഹാത്മാഗാന്ധി സർവകലാശാല ഈ അടുത്ത കാലത്ത് ഡീലിറ്റ് ബിരുദം നൽകി ആദരിച്ച മലയാള താരം. ലഹരിക്കെതിരെ പോരാടാനായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ നൂതന പരിപാടി ഏത്? ലഹരിക്കെതിരെ പോരാടാനായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ നൂതന പരിപാടി ഏത്? ഉത്തരം ഓപ്ഷൻ ബി ഓപ്പറേഷൻ തൂഫാൻ. ഓപ്പറേഷൻ തൂഫാനാണ് ലഹരിക്കെതിരെ പോരാടാനായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ നൂതന പരിപാടി. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പാർലമെന്റിൽ പാസാക്കിയ വർഷം ഏത്? ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പാർലമെന്റിൽ പാസാക്കിയ വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി 2000 ഒക്ടോബർ 17. 2000 ഒക്ടോബർ 17 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പാർലമെന്റിൽ പാസാക്കിയത്. സന്തോഷ് ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സന്തോഷ് ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ സി ഫുട്ബോൾ. ഫുട്ബോളുമായി ബന്ധപ്പെട്ടതാണ് സന്തോഷ് ട്രോഫി. ആലപ്പുഴ ജില്ലയിലെ ഏക റിസർവ് വനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആലപ്പുഴ ജില്ലയിലെ ഏക റിസർവ് വനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ഓപ്ഷൻ എ വിയ്യപുരം. വിയ്യപുരത്താണ് ആലപ്പുഴ ജില്ലയിലെ ഏക റിസർവ് വനം സ്ഥിതി ചെയ്യുന്നത്. ISROയുടെ പുതിയ ചെയർമാൻ ആര്? ISROയുടെ പുതിയ ചെയർമാൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ഡോക്ടർ വി നാരായണൻ. ഡോക്ടർ വി നാരായണനാണ് ISROയുടെ പുതിയ ചെയർമാൻ.
താഴെ കൊടുത്തവയിൽ ധമനിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? താഴെ കൊടുത്തവയിൽ ധമനിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ ബി. ഉള്ളിൽ വാൽവുകൾ കാണപ്പെടുന്നു. ഉള്ളിൽ വാൽവുകൾ കാണപ്പെടുന്നു എന്ന പ്രസ്താവനയാണ് തെറ്റ്. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ നോക്കാം. ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്നു. ഇലാസ്തികതയുള്ളതും കട്ടിയുള്ളതുമായ ഭിത്തി. ഉയർന്ന വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത്. ഏത് വിറ്റാമിന്റെ അഭാവമാണ് കുട്ടികളിൽ അസ്ഥികൾ ശുഷ്കമാകുന്ന റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണമാകുന്നത്? ഏത് വിറ്റാമിന്റെ അഭാവമാണ് കുട്ടികളിൽ അസ്ഥികൾ ശുഷ്കമാകുന്ന റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണമാകുന്നത്? ഉത്തരം ഓപ്ഷൻ സി. വിറ്റമിൻ ഡി. വിറ്റമിൻ ഡിയുടെ കുറവാണ് കുട്ടികളിൽ അസ്ഥികൾ ശുഷ്കമാകുന്ന റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണമാകുന്നത്. താഴെ കൊടുത്തവയിൽ നെല്ലിന്റെ സങ്കരയിനമല്ലാത്തത് ഏത്? താഴെ കൊടുത്തവയിൽ നെല്ലിന്റെ സങ്കരയിനമല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ബി. ഗിരിജ. ഗിരിജയാണ് ഇവിടെ നെല്ലിന്റെ സങ്കരയിനം അല്ലാത്തത്. പവിത്ര, ഹ്രസ്വ, ജയ എന്നിവയൊക്കെ നെല്ലിന്റെ സങ്കരയിനങ്ങളാണ്. പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല. പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ എ. തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് 1962 റേച്ചൽ കേഴ്സൺ എന്ന അമേരിക്കൻ ഗവേഷക പ്രസിദ്ധീകരിച്ച പുസ്തകം. DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് 1962 റേച്ചൽ കേഴ്സൺ എന്ന അമേരിക്കൻ ഗവേഷക പ്രസിദ്ധീകരിച്ച പുസ്തകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി. നിശബ്ദ വസന്തം. ഇന്ത്യയിൽ തിനകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിൽ തിനകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി. ഡോക്ടർ ഖാദർവാലി. ഡോക്ടർ ഖാദർവാലിയാണ് ഇന്ത്യയിൽ തിനകളുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. കൊക്കെയ്ൻ ആസക്തി ചികിത്സിക്കുന്നതിനുള്ള വാക്സിൻ പുറത്തിറക്കിയ രാജ്യം. കൊക്കെയ്ൻ ആസക്തി ചികിത്സിക്കുന്നതിനുള്ള വാക്സിൻ പുറത്തിറക്കിയ രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി. ബ്രസീൽ. ബ്രസീലാണ് കൊക്കെയ്ൻ ആസക്തി ചികിത്സിക്കുന്നതിനുള്ള വാക്സിൻ പുറത്തിറക്കിയ രാജ്യം. ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ കാണുന്ന കണങ്ങൾ. ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ കാണുന്ന കണങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ ബി. പ്രോട്ടോണും ന്യൂട്രോണും. പ്രോട്ടോണും ന്യൂട്രോണുമാണ് ഒരാറ്റത്തിന്റെ ന്യൂക്ലിയസിൽ കാണുന്ന കണങ്ങൾ. പ്രകാശവേഗത ഏറ്റവും കൂടുതലുള്ള മാധ്യമം. പ്രകാശവേഗത ഏറ്റവും കൂടുതലുള്ള മാധ്യമം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി. ശൂന്യത. ശൂന്യതയിലാണ് പ്രകാശവേഗത ഏറ്റവും കൂടുതൽ ഉള്ളത്. കൂട്ടത്തിൽപ്പെടാത്തത്. കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി. സ്ഥാനാന്തരം. സ്ഥാനാന്തരമാണ് ഇവിടെ കൂട്ടത്തിൽപ്പെടാത്തത്. അലുമിനിയത്തിന്റെ അയിര്. അലുമിനിയത്തിന്റെ അയിര് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി. ബോക്സൈറ്റ്. ബോക്സൈറ്റ് ആണ് അലുമിനിയത്തിന്റെ അയിര്. ഉയർന്ന കലോറിക മൂല്യമുള്ള ഇന്ധനം. ഉയർന്ന കലോറിക മൂല്യമുള്ള ഇന്ധനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ. ഹൈഡ്രജൻ. ഹൈഡ്രജൻ ആണ് ഉയർന്ന കലോറിക മൂല്യമുള്ള ഇന്ധനം. ഇന്ത്യയുടെ ആദ്യ സൂര്യപഠന ദൗത്യം. ഇന്ത്യയുടെ ആദ്യ സൂര്യപഠന ദൗത്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി. ആദിത്യ L1. ആദിത്യ L1 ആണ് ഇന്ത്യയുടെ ആദ്യ സൂര്യപഠന ദൗത്യം. ഏതൊക്കെ ആഗോള ബഹിരാകാശ ഏജൻസികളുടെ സംയുക്ത ദൗത്യമാണ് നിസാർ? ഏതൊക്കെ ആഗോള ബഹിരാകാശ ഏജൻസികളുടെ സംയുക്ത ദൗത്യമാണ് നിസാർ? ഉത്തരം ഓപ്ഷൻ എ. നാസ, ISRO. നാസ, ISRO എന്നീ ആഗോള ബഹിരാകാശ ഏജൻസികളുടെ സംയുക്ത ദൗത്യമാണ് നിസാർ. ഡെങ്കിപ്പനി പരത്തുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഡെങ്കിപ്പനി പരത്തുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി. കൊതുക്. കൊതുകാണ് ഡെങ്കിപ്പനി പരത്തുന്നത്. സിക വൈറസ് പരത്തുന്ന കൊതുക് ഏതാണ്? സിക വൈറസ് പരത്തുന്ന കൊതുക് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ. ഈഡിസ് കൊതുക്. ഈഡിസ് കൊതുകാണ് സിക വൈറസ് പരത്തുന്നത്. മലേറിയ പരത്തുന്ന കൊതുക് ഏതാണ്? മലേറിയ പരത്തുന്ന കൊതുക് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി. അനോഫിലിസ് കൊതുക്. അനോഫിലിസ് കൊതുകാണ് മലേറിയ പരത്തുന്നത്. അമിതമായ മാനസിക സമ്മർദ്ദം കാരണം ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത രോഗം ഏതാണ്? അമിതമായ മാനസിക സമ്മർദ്ദം കാരണം ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത രോഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി. ചിക്കൻ ബോക്സ്. ചിക്കൻ ബോക്സ് ആണ് അമിതമായ മാനസിക സമ്മർദ്ദം കാരണം ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത രോഗം. കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതുമായി ബന്ധപ്പെട്ട ജീവിതശൈലി രോഗം ഏതാണ്? കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതുമായി ബന്ധപ്പെട്ട ജീവിതശൈലി രോഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി. മുകളിൽ പറഞ്ഞവയെല്ലാം. അതായത് പക്ഷാഘാതം, ഫാറ്റി ലിവർ, ഹൃദ്രോഗം എന്നിവയൊക്കെ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ജീവിതശൈലി രോഗമാണ്. ഉയർന്ന രക്തസമ്മർദ്ദത്തിന് കാരണമാകുന്ന ഒരു പ്രധാന ജീവിതശൈലി കാരണം എന്താണ്? ഉയർന്ന രക്തസമ്മർദ്ദത്തിന് കാരണമാകുന്ന ഒരു പ്രധാന ജീവിതശൈലി കാരണം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി. അമിതമായ ഉപ്പിന്റെ ഉപയോഗം. അമിതമായ ഉപ്പിന്റെ ഉപയോഗമാണ് ഉയർന്ന രക്തസമ്മർദ്ദത്തിന് കാരണമാകുന്ന ഒരു പ്രധാന ജീവിതശൈലി കാരണം. സർക്കാർ ആശുപത്രികളെ ജനസൗഹൃദമാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കേരള സർക്കാർ പദ്ധതി ഏതാണ്?
സർക്കാർ ആശുപത്രികളെ ജനസൗഹൃദമാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കേരള സർക്കാർ പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആർദ്രം മിഷൻ. ആർദ്രം മിഷനാണ് സർക്കാർ ആശുപത്രികളെ ജനസൗഹൃദമാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കേരള സർക്കാർ പദ്ധതി. അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള കേരള സർക്കാരിന്റെ പദ്ധതി ഏതാണ്? അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള കേരള സർക്കാരിന്റെ പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ മൃതസഞ്ജീവനി. മൃതസഞ്ജീവനിയാണ് അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള കേരള സർക്കാരിന്റെ പദ്ധതി. ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായി സർക്കാർ നടപ്പിലാക്കുന്ന സമഗ്ര പുനരധിവാസ പദ്ധതി ഏതാണ്? ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായി സർക്കാർ നടപ്പിലാക്കുന്ന സമഗ്ര പുനരധിവാസ പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ അനുയാത്ര. അനുയാത്രയാണ് ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായി സർക്കാർ നടപ്പിലാക്കുന്ന സമഗ്ര പുനരധിവാസ പദ്ധതി. അടിസ്ഥാന ശുചിത്വശീലങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അടിസ്ഥാന ശുചിത്വശീലങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി അമിതമായ ഉപ്പ് കഴിക്കുക. അമിതമായ ഉപ്പ് കഴിക്കുക എന്ന പ്രസ്താവനയാണ് അടിസ്ഥാന ശുചിത്വശീലങ്ങളിൽ ഉൾപ്പെടാത്തത്. 2025 ഒക്ടോബറിൽ കേരളം പോളിയോ നിർമ്മാർജ്ജനത്തിനായി പൾസ് പോളിയോ പ്രതിരോധ കുത്തിവയ്പ് ഡ്രൈവ് സംഘടിപ്പിച്ചു. ഈ ഡ്രൈവിൽ 5 വയസ്സിന് താഴെയുള്ള എത്ര കുട്ടികളെയാണ് ലക്ഷ്യമിട്ടത്? ഉത്തരം ഓപ്ഷൻ സി 21 ലക്ഷം കുട്ടികൾ. 2025 ഒക്ടോബറിൽ മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട എംപോക്സ് ക്ലേഡ് 1 സ്ട്രെയിനിന്റെ ആദ്യ കേസ് ഇന്ത്യയിൽ എവിടെ നിന്നുള്ള യാത്രക്കാരനാണ്? 2025 ഒക്ടോബറിൽ മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട എംപോക്സ് ക്ലേഡ് 1 സ്ട്രെയിനിന്റെ ആദ്യ കേസ് ഇന്ത്യയിൽ എവിടെ നിന്നുള്ള യാത്രക്കാരനാണ്? ഉത്തരം ഓപ്ഷൻ ബി UAE. 2025 ഒക്ടോബറിൽ കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 1.5 മാസത്തിനിടെ 14 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. താഴെ പറയുന്നവയിൽ ഏത് അമീബയാണ് ഈ രോഗത്തിന് കാരണമാകുന്നത്? 2025 ഒക്ടോബറിൽ കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 1.5 മാസത്തിനിടെ 14 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. താഴെ പറയുന്നവയിൽ ഏത് അമീബയാണ് ഈ രോഗത്തിന് കാരണമാകുന്നത്? ഉത്തരം ഓപ്ഷൻ സി നെഗ്ലേറിയ ഫൗലേറി. നെഗ്ലേറിയ ഫൗലേറിയാണ് അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകുന്നത്. 2025 ഒക്ടോബറിൽ കുട്ടികളുടെ ചുമമരുന്നുകളുടെ ഉപയോഗം സംബന്ധിച്ച് പഠിക്കാൻ ഒരു വിദഗ്ധ സമിതിയെ കേരള സർക്കാർ നിയോഗിച്ചു. ഈ സമിതിയുടെ റിപ്പോർട്ട് പ്രകാരം താഴെ പറയുന്നവയിൽ ഏതു മരുന്നാണ് സംസ്ഥാനത്ത് നിരോധിച്ചത്? 2025 ഒക്ടോബറിൽ കുട്ടികളുടെ ചുമമരുന്നുകളുടെ ഉപയോഗം സംബന്ധിച്ച് പഠിക്കാൻ ഒരു വിദഗ്ധ സമിതിയെ കേരള സർക്കാർ നിയോഗിച്ചു. ഈ സമിതിയുടെ റിപ്പോർട്ട് പ്രകാരം താഴെ പറയുന്നവയിൽ ഏതു മരുന്നാണ് സംസ്ഥാനത്ത് നിരോധിച്ചത്? ഉത്തരം ഓപ്ഷൻ എ കോൾഡ്രിപ്പ് സിറപ്പ്. കോൾഡ്രിപ്പ് സിറപ്പാണ് 2025 ഒക്ടോബറിൽ കുട്ടികളുടെ ചുമമരുന്നുകളുടെ ഉപയോഗം സംബന്ധിച്ച് പഠിക്കാൻ ഒരു വിദഗ്ധ സമിതിയെ കേരള സർക്കാർ നിയോഗിച്ചു. ആ സമിതിയുടെ റിപ്പോർട്ട് പ്രകാരം സംസ്ഥാനത്ത് നിരോധിച്ച മരുന്ന്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് PSC 2026 LGS മെയിൻസ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തിരി സ്റ്റാൻഡേർഡ് ഉള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് എല്ലാം തന്നെ. അതുപോലെ തന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ 2026 എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ മുൻവർഷ ചോദ്യപേപ്പർ നിങ്ങൾ പഠിക്കണം. LGS നിലവാരത്തിൽ PSC നടത്തിയ മെയിൻസ് എക്സാമിലെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും മസ്റ്റായിട്ട് വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക. ഇൻ കേസ് എന്തെങ്കിലും മിസ്റ്റേക്ക് വരുവാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്